അങ്ങനെ ഞാനും പോയി മക്കളെ ഈ ഒരു എക്സ്പോ കാണാൻ. അമേരിക്കയ്ക്കൊന്നും പോകണ്ടല്ലോ, കാരണം അമേരിക്ക ഇൻസ്പയർ ആയിട്ടുള്ള നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ടൈപ്പായിട്ട് നമ്മുടെ വീഡിയോയിലൊക്കെ കാണും പോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടമാണ്. അടിപൊളിയായിട്ടുണ്ട് രണ്ട് സൈഡും കാണാനായിട്ട്. ഇവിടേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു കൂട്ടം ഡ്രസ്സും കൂടി കൈ പിടിച്ചേക്കും കേട്ടോ. കാരണം വെള്ളം കണ്ടാൽ പിന്നെ കുട്ടികൾ കളിക്കാണ്ടിരിക്കില്ല. ഞാനൊരു കൂട്ടം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് വെള്ളത്തിൽ ചാടി കളിക്കാം മതി ഒരുവോളം. കാരണം പ്രത്യേക ടൈമിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിതിലേക്ക് ടിക്കറ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തേക്ക് പ്രത്യേകിച്ച് നമ്മൾ ആ എൻട്രി ടിക്കറ്റ് തന്നെ മതി. വെള്ളത്തിന് പ്രത്യേകിച്ച് വേറെ ടിക്കറ്റും കാര്യങ്ങളൊന്നും വേണ്ട. അടിപൊളിയാണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് പ്രഹസനം കാട്ടി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഉണ്ടല്ലോ. പിന്നെ ഡ്രസ്സ് എടുത്തു എന്ന് എഴുതിയിട്ട് കുട്ടികൾക്ക് പിന്നെ എവിടെ വെച്ച് വേണമെങ്കിലും മാറ്റി കൊടുക്കാം. പക്ഷേ ഇവർക്ക് ഡ്രസ്സ് എന്താ പറയുക മാറ്റാനായിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് സത്യം. കാരണം പിന്നീട് ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്നിലും കയറണ്ടെന്ന് പറഞ്ഞു. കാരണം വെള്ളത്തിൽ നിന്ന് തണുത്ത് ഒരു വിധം കളിച്ച് സെറ്റായതിനു ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ ഒന്നിലേക്കുള്ള മൂടുണ്ടായിരുന്നില്ല. അടിപൊളിയാണ് ഉണ്ടല്ലോ. ഈ ഒരു എക്സ്പോ നടക്കുന്നത് കോട്ടയ്ക്കൽ പറമ്പിലങ്ങാടി രാജാസിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇത് ഫെബ്രുവരി 14 വരെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് കാണാത്തവരായിട്ടുള്ളവരുണ്ടെങ്കിൽ കോട്ടയ്ക്കൽ ലൊക്കേഷനിലുള്ളവരൊക്കെ എന്തായാലും ഒന്ന് വന്ന് കാണേണ്ടതാണ്. അടിപൊളിയാണ് കണ്ടല്ലോ. ഒരുപാട് റൈഡും കാര്യങ്ങളും പിന്നെ ഫുഡ് കോർട്ടും നമുക്ക് ആവശ്യമുള്ള ഫുഡുകൾ കഴിക്കാനായാലും അതുപോലെ പണ്ടത്തെ ഓർമ്മ പുതുക്കുന്ന മെമ്മറബിൾ മിഠായികൾ, ആ കട്ട മിഠായിയും കടിച്ച പറച്ചി അതുപോലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ കുറച്ച് മോള് ഫാൻസി ഐറ്റംസും മോന് കുറച്ച് ഇപ്പോഴത്തെ കളിക്കുന്ന കാർഡ് കീ ചെയിനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മോള് വളയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് എവിടെ പോയാലും ഈ പാനിപ്പൂരി കണ്ടിട്ടുണ്ടെങ്കിൽ അത് കഴിക്കണം. അപ്പോൾ ഞാൻ പാനിപ്പൂരിയുടെ ആ വെള്ളമൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു വേണ്ടാന്ന് തോന്നിപ്പോയി. അപ്പോൾ ഞാൻ മസാലപ്പൂരിയും അതുപോലെ തന്നെ കോളിഫ്ലവർ പൊരിച്ചതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മസാലപ്പൂരി അടിപൊളിയായിരുന്നു, പക്ഷെ ഭയങ്കര എരിവുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഫുള്ള് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. മക്കളും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ വീണ്ടും വീണ്ടും വെറുതെ ഇങ്ങനെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാനുള്ള ശ്രമമാണ് ഇവിടുന്ന്. എന്തായാലും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ടിന് വെർത്താണ് കേട്ടോ. കാരണം അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ഒരു എൻട്രി ടിക്കറ്റിൻ്റെ ക്യാഷ് മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ ആ ഒരു ഫുഡും കുറച്ച് സാധനങ്ങൾ വാങ്ങിയതേ ആയിട്ടുള്ളൂ. കാരണം വേറെ ഉള്ളതിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ബായ്, ഇത്രയേ ഉള്ളൂ.